കല്യാണം കൂടി വൈബാണ്. ഒരു രക്ഷയില്ല, അടിപൊളി പടം. ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ആഘോഷമാണ്. എൻ്റർടൈൻമെൻറ്റ് ആൻഡ് പൃഥ്വി ബേസിലെ കോംബോ സൂപ്പറായിരുന്നു. അവർ അടിപൊളിയായിരുന്നു. ആ റാപ്പ് അടിപൊളിയായിരുന്നു. പിന്നെ ആരും പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ ഉണ്ട്, ആരും അറിയില്ല. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ പടം വേറെ ലെവലാകുന്നുണ്ട്. സ്റ്റാർട്ട് ടു എൻഡ് വരെ ചിരിയോട് ചിരിയാണ്. സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ട് കവളക്ക് ഇപ്പോൾ നല്ലതായിട്ട് എന്തായാലും ഞാൻ ഒരുപാട് കാണും. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആവുന്ന എൻജോയ് ചെയ്ത് ലൈക്ക് 2.5 മണിക്കൂർ വലിയ ടെൻഷൻ ഒന്നുമില്ലാതെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റും. വീടിൻ്റെ കാഴ്ച പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടുപേർക്കും പക്കയാണ്. പൃഥ്വിരാജ് ഇങ്ങനത്തെ കോമഡി ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ട്രെയിനിൽ കണ്ടപ്പോൾ പൃഥ്വിരാജ് കുറച്ച് ഓവർ ആണോ എന്ന് തോന്നുന്നു. പക്ഷേ പുള്ളി അത് സെറ്റാണ്, പൊളിച്ചിട്ടുണ്ട്. ബേസിൽ ആസ് യൂഷ്വൽ ബേസിലിൻ്റെ ആ ഒരു ഏരിയ പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും യോഗി ബാബു, ജഗദീഷ്, എല്ലാവർക്കും ഈക്വൽ സ്പേസ്. ഇത്ര വലിയ കാസ്റ്റ് ആകുമ്പോൾ എല്ലാവരും ഫീച്ചർ കോമഡിയാണ് ത്രൂ ഔട്ട്. അത് പക്ക വർക്കൗട്ടായിട്ടുണ്ട്. നിങ്ങളുടെ പ്രേമിയുടെ ശേഷം ഔട്ട് ആൻഡ് ഔട്ട് എല്ലാവർക്കും തിരിക്കാൻ പറ്റും. ഫുൾ ഫാമിലി ആയിട്ട് അടിപൊളി പടം. നല്ലൊരു കോംബോ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർക്ക് ഓർത്തു ചിരിക്കാനുള്ള ഒരുപാടും അഭിനയ മുഹൂർത്തങ്ങളുണ്ട് ഈ ഒരു ചിത്രത്തിൽ. അനശ്വരയും നിഖിലയും അവരുടെ റോളുകളൊക്കെ ഭംഗിയാക്കി. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാവരും അവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അവധിക്കാലത്ത് കുടുംബവുമൊത്ത് കുട്ടികളോടൊത്ത് തിയേറ്ററിൽ വന്ന് കണ്ടാസ്വദിക്കാൻ പറ്റിയൊരു മികച്ച ചിത്രമായിരുന്നു ഗുരുവായൂരമ്മ. ക്ലൈമാക്സ് ഒക്കെ വളരെ മികച്ച തന്നെയായിരുന്നു. ഇതിൽ ഒരു സീൻ പോലും കൊള്ളില്ലെന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ സഞ്ചരിക്കും. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ കോമഡി തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചിരിക്കാനുള്ള ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. ഒരു ഉത്സവം കണ്ടിറങ്ങിയൊരു പ്രതീതി, നല്ലൊരു വൈബ്, നല്ലൊരു എനർജി, നല്ലൊരു എൻ്റർടൈനർ. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമുക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് എനിക്ക് ഒരുമിച്ചിരിക്കും. കുറേ കോമഡിയാണ്. പിന്നെ ക്ലൈമാക്സിൽ അല്ലെങ്കിലെ സീനെ കണ്ടിട്ട് നമുക്ക് കുറേ ഒരു പഴയ കണ്ടത് ഓർമ്മയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും നടക്കുന്ന വൺ ടൈം ഫണ്ടാക്കി മൂവിയാണ്. കല്യാണ സംബന്ധമായ കാര്യമാണ്, കല്യാണം നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ നല്ല കല്യാണം നടക്കുന്നത് ഒട്ടും റിയലിസ്റ്റിക്കൽ ജോണറാണ്, കോമഡിയാണ്. ദേശീയ സ്ഥിരം കോമഡിയാണ് ചെയ്യുന്നത്. എല്ലാ റോളിലും കോമഡി, ടൈപ്പ് കാസ്റ്റ് ആവുകയാണ്. എല്ലാ സിനിമയും കോമഡിയാണ് ചെയ്യുന്നത്. വേറെ ഡിഫറെൻറ്റ് റോൾസ് ചെയ്യുന്നില്ല. ആക്ഷൻ ആക്ടർ പൃഥ്വിരാജ് ആണെങ്കിൽ ബ്രോഡാഡി സീസൺ കോമഡി ചെയ്യും. ഫസ്റ്റ് സീൻ തൊട്ട് അവരുടെ തുടങ്ങുന്നത് അവസാനം വരെ ചിരിച്ച് നമ്മൾ ഗോഡ് ഫാദറൊക്കെ പണ്ട് കണ്ട പോലെ ആ എഫക്റ്റാണ്. അതേപോലെ തന്നെ ചിരിച്ച് ഉൾപ്പെടെ വരെ ആദ്യം തൊട്ട് അവസാനം വരെ അടുത്ത 200 കോടി ഉറപ്പിച്ചു. രണ്ടുപേരുടെ കൊമ്പ് ഫസ്റ്റ് സീൻ തന്നെ അവരുടെ കൊമ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അവസാനം വരെ എന്നിട്ട് അവസാനത്തെ സീൻ വരെ നമ്മൾ അവസാനം ഗോഡ് ഫാദറൊക്കെ കണ്ട് ചിരിച്ച പോലെയാണ് ചിരിച്ചു പോകുന്നത്. അതുപോലെ ഇതുപോലെ 100% കോമഡി ചിത്രം വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു ടെൻഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. മറ്റേനേക്കാൾ അടി, അതായത് ഏരിയയിലും ഒരു 10 കോടി മുകളിലായി. പക്ഷേ ഇതൊരു ഷുവറാണ് 100 കോടി കവിയും ഉറപ്പായിട്ടും. നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ള ആ ഫ്രഷ്നെസ് തന്നെയാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഘടകം. പക്ഷേ പൃഥ്വിരാജ് ആണ് എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞത്. കാരണം നമ്മൾ അങ്ങനെ അടുത്ത കാലത്തായി പൃഥ്വിയെ കാണാത്തതുകൊണ്ട്. പക്ഷെ പുള്ളി അത് ഗംഭീരമായിട്ട് ഈ വേഷം കൈകാര്യം ചെയ്തു. തുടക്കം മുതൽ ഒടുക്കം വരെ മത്സരിച്ചുള്ള കോമഡി ടൈമിങ്ങും അഭിനയവുമായിരുന്നു. ക്ലൈമാക്സിലുള്ള നന്ദന റെഫറൻസ് ഒക്കെ പീക്ക് ലെവൽ കോമഡി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സെൽഫ് റോൾ ആണെങ്കിലും ഇത്രയും വലിയ സ്റ്റാർഡത്തിൽ നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ചെയ്തിട്ട് പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിരിക്കുകയാണ്. നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയുള്ള ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറാണ് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഗുരുവായൂരമ്പലം. അടുത്ത കാലത്ത് ഇറങ്ങിയ കോമഡി ടൈമിങ്ങുകളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന രീതിയിലേക്ക് ഗുരുവായൂരമ്പലം നാട് മാറിയിരിക്കുന്നു. കോമഡി നല്ല രസമായിട്ട് നമുക്ക് കാണാം. അത് ലാഗൊന്നും ഫീൽ ചെയ്തില്ല. ലാഗൊന്നും സംഭവമില്ല. അത് ത്രൂ ഔട്ട് കോമഡിയാണ്. അതായത് ബേസിലായാലും പടം നല്ല ത്രൂ ഔട്ട് കോമഡിയായിരുന്നു. എല്ലാവരും വന്ന് കാണണം. എന്താ പറയുക, ബേസിലൊക്കെ അടിപൊളിയായിരുന്നു. അത് പറയാൻ പറ്റില്ല. രണ്ടുപേരും കണ്ടൊക്കെ നിൽക്കുന്നു. ഭയങ്കര പ്രത്യേകിച്ച് ഒരാളെ പറയാൻ പറ്റില്ല. ജീവിതം കണ്ടിട്ട് നമുക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രത്യേക ഫീലാണ്. കോംബോ നല്ല വെറൈറ്റി കോംബോ നല്ലൊരു ഫീൽ കിട്ടും. എന്താ അയ്യോ, ഫാമിലിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ. ഇപ്പോൾ കുട്ടികളായിട്ട് വന്നിട്ടുള്ള വന്ന് കാണാൻ പറ്റിയ ഒരുപാട് കോമഡി. ഒരു മിനിറ്റിൽ മാഗി ഫീൽ കിട്ടും. അപ്പോൾ എല്ലാവരും വന്ന് കാണും. ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് ബേസിൽ